യെസ് ഗൈസ്, ഇറ്റ്സ് പ്രഡിക്ഷൻ ടൈം. ഞാൻ പറഞ്ഞിരുന്നു റസൽമീനിയുടെ പ്രഡിക്ഷൻ വീഡിയോ ഞാൻ ചെയ്യുമെന്ന്. മറ്റുള്ള പേപ്പർ വ്യൂസിൽ നിന്ന് അധികം ചെയ്യാറില്ല. അതിനൊരു കാരണം എന്ന് പറയുന്നത് നമുക്കങ്ങനെ വ്യൂസ് ഒന്നും ആ ഒരു പ്രഡിക്ഷൻ വീഡിയോസിൽ നിന്നും കിട്ടാറില്ല. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഞാൻ പറയുന്ന പ്രഡിക്ഷൻ ഒന്നും ശരിയാകാറില്ലെന്ന് തോന്നുന്നു. അതായിരിക്കും നിങ്ങളാരും കാണാത്തത്. ഞാൻ പറഞ്ഞ പ്രഡിക്ഷൻസ് ഒന്നും ഞാൻ പിന്നെ എടുത്ത് അങ്ങനെ നോക്കാറില്ല അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ. എന്തായാലും ഇത് ഗ്രേറ്റസ്റ്റ് ഇവൻറ്റ്സ് ഓഫ് ഓൾ ടൈം ആണ് റസൽമീനിയ എന്ന് പറയുന്നത്. അത് നമുക്കൊരിക്കലും മിസ്സാക്കാൻ സാധിക്കില്ല. എന്തായാലും അതിൻ്റെ ഒരു പ്രഡിക്ഷൻ വീഡിയോ ആണിത്. പിന്നെ ഞാൻ എപ്പോഴും ഉള്ള വീഡിയോസിലൊക്കെ പറയുന്ന പോലെ ഇതെൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. സോ അതുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു രീതിയിൽ മാത്രം കണ്ടാൽ മതി. എന്നിട്ട് നമുക്ക് സെയ്ഡ് ഗാർഗിൽ, ബിയാങ്ക ബ്ലെയർ, നവോമി ഡാമേജ് കൺട്രോൾ മാച്ചിൻ്റെ പ്രഡിക്ഷൻ തന്നെ പറയാം. എന്തായാലും എനിക്ക് തോന്നുന്നു സെയ്ഡ് ഗാർഗിലിൻ്റെ ഒരു ആദ്യത്തെ മാച്ചായിരിക്കും റസൽമേനിയയിൽ ഈ ഒരു മാച്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സെയ്ഡ് ഗാർഗിലിനെ വിജയിപ്പിക്കാൻ തന്നെയാണ് ചാൻസ് ഉള്ളു. സോ അവരുടെ ടീമിൽ വരുന്ന വ്യക്തികളാണ് ബിയാങ്ക ബ്ലെയറും നവോമിയൊക്കെ ഈ ഒരു ട്രിപ്പിൾ ത്രെഡ് മാച്ച്. സോ എനിക്ക് തോന്നുന്നു ആ ഒരു ടീം തന്നെ വിജയിക്കാനുള്ള സാധ്യതകളാണ് കൂടുതലെന്ന്. സോ എൻ്റെ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് നവോമി, ബിയാങ്ക ബ്ലെയർ, സെയ്ഡ് ഗാർഗിൽ എന്നിവർ ഈ ഒരു മാച്ച് വിജയിക്കുമെന്നാണ്. ഇനി അടുത്ത മാച്ച് എന്ന് പറയുന്നത് റേ മിസ്റ്റീരിയോ ഡ്രാഗൺ ലീ വേഴ്സസ് ഡൊമിനിക് മിസ്റ്റീരിയോ സാന്റോസ് എസ്കോബാർ മാച്ചാണ്. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് റേ മിസ്റ്റീരിയോ അതുപോലെ തന്നെ ഡൊമിനിക് മിസ്റ്റീരിയോ മാച്ച് കഴിഞ്ഞ റസൽമേനിയയിലുണ്ടായിരുന്നു. ആ ഒരു മാച്ച് നമ്മൾ വിജയിക്കുമെന്ന് വിചാരിച്ചത് ഡൊമിനിക് മിസ്റ്റീരിയോ ആയിരുന്നു. പക്ഷേ അന്ന് ജയിച്ചത് റേ മിസ്റ്റീരിയോ ആണ്. സോ ഇപ്രാവശ്യം നമ്മൾ വിചാരിച്ചിരിക്കുന്നത് റേ മിസ്റ്റീരിയോ ഡ്രാഗൺ ലീ അവരുടെ ടീമായിരിക്കും വിജയിക്കാൻ പോകുന്നതെന്നായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു ഡൊമിനിക്കും അതുപോലെ തന്നെ സാന്റോസ് എസ്കോബാർ ഈ ഒരു മാച്ച് വിജയിക്കുമെന്ന്. സോ എൻ്റെ ഒരു പ്രഡിക്ഷൻ സാന്റോസ് എസ്കോബാർ അതുപോലെ തന്നെ ഡൊമിനിക് മിസ്റ്റീരിയോ. ഇനി അടുത്ത മാച്ച് എന്ന് പറയുന്നത് ഞാൻ കാണാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു മാച്ചാണ് ജെ യൂസോ വേഴ്സസ് ജിമ്മി യൂസോ മാച്ച്. ഈ ഒരു മാച്ചിൽ ആര് വിജയിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ഒരു മാച്ച് ഒരു സമനിലയായി മാറുമെന്നത്. ഇത് ആരും വിജയിക്കാതാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജെ യൂസും ജിമ്മി യൂസും അവർ ബ്രദേഴ്സാണ്. സോ ഇവരെ ആരെങ്കിലും ഒരാളെ വിജയിപ്പിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ എന്ന് എനിക്കറിയില്ല. സോ രണ്ടുപേരും ഡിസ്ക്വാളിഫൈഡ് ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇതിലൊരു റിസൾട്ട് ഉണ്ടാകുമെന്ന്. ഇനി അടുത്ത മാച്ച് എന്ന് പറയുന്നത് LA Knight വേഴ്സസ് AJ സ്റ്റൈൽസ് മാച്ചാണ്. എന്തായാലും ഈ ഒരു മാച്ചിൽ ആര് വിജയിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു കൺഫ്യൂഷനായിട്ടുള്ള കാര്യമാണ്. എങ്കിൽ പോലും എൻ്റെ ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത് LA Knight വിജയിക്കുമെന്നാണ്. കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടുന്ന ആ ഒരു സപ്പോർട്ടൊക്കെ അനുസരിച്ച് നോക്കുമ്പോൾ LA Knight വിജയിക്കാനാണ് ചാൻസ് കൂടുതലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അദ്ദേഹം ഒരു ഫേസ് ക്യാരക്ടറാണ്. സോ അതുകൊണ്ടൊക്കെ അദ്ദേഹം വിജയിക്കാനായിരിക്കും ചാൻസ് കൂടുതലെന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം. ഇനി അടുത്ത മാച്ച് എന്ന് പറയുന്നത് റോക്ക് റോമൻ റെയ്ൻസ് വേഴ്സസ് കോഡി റോഡ്സ് സെത്ത് റോളിൻസ് മാച്ചാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു മാച്ച് വിജയിക്കാൻ സാധ്യത റോക്കും റോമൻ റെയ്ൻസും തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം റോക്ക് കുറേ നാൾക്ക് ശേഷം ഇങ്ങനൊരു പ്രോപ്പർ ഫ്യൂഡൊക്കെ ചെയ്തൊരു മാച്ച് ചെയ്യുകയാണ്. സോ എനിക്ക് തോന്നുന്നു ആ ഒരു മാച്ച് റോക്കിനെ വിജയിപ്പിക്കാനായിരിക്കും സാധ്യതകൾ കൂടുതൽ. പിന്നെ ഒരു US ചാമ്പ്യൻഷിപ്പ് മാച്ചുണ്ട്. ലോഗൻ പോൾ, റാൻഡി ഓർട്ടൺ, കെവിൻ ഓവൻസ് മാച്ച്. എനിക്ക് തോന്നുന്നു ഈ ഒരു മാച്ചിൽ കെവിൻ ഓവൻസ് വിജയിക്കാനുള്ള സാധ്യതയൊക്കെ വളരെയധികം കൂടുതലാണെന്ന്. എനിക്ക് തോന്നുന്നില്ല ഒരു US ചാമ്പ്യൻഷിപ്പ് ഇപ്പോൾ റാൻഡി ഓർട്ടൻ്റെ കയ്യിലേക്ക് കൊടുക്കുമെന്ന്. പിന്നെ ലോഗൻ പോൾ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം പ്രോപ്പറായിട്ടൊന്നും WWE വരുന്നൊന്നുമില്ല. സോ അദ്ദേഹവും വിജയിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. പിന്നെ പ്രോപ്പറായിട്ട് എല്ലാം ചെയ്യുന്നൊരു വ്യക്തി എന്ന് പറയുന്നത് കെവിൻ ഓവൻസ് ആണ്. സോ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ടൈറ്റിൽ വളരെയധികം അത്യാവശ്യമാണ് കെവിൻ ഓവൻസിന്. സോ മിക്കവാറും കെവിൻ ഓവൻസ് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. സോ എൻ്റെ ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു മാച്ചിൽ കെവിൻ ഓവൻസ് വിജയിക്കുമെന്നാണ്. പിന്നെ ഒരു 6 പാക്ക് ലാഡർ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ച് ഉണ്ട്. എന്തായാലും ജഡ്ജ്മെൻ്റ് ഡേ ഉണ്ട്, DIY ഉണ്ട്, ഓസം ട്രൂത്ത്, ദി ന്യൂ ഡേ, A-Town Down ഉണ്ട്, ദ ന്യൂ ക്യാച്ച് റിപ്പബ്ലിക് തുടങ്ങിയ ടീംസൊക്കെ ഉണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നത് DIY ഈ ഒരു ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ച് അതായത് ലാഡർ മാച്ച് വിജയിക്കുമെന്നാണ്. കാരണം DIYക്ക് നല്ലൊരു പുഷ് കൊടുക്കുന്ന കുറേ നാളായിട്ട് പറയുന്നു. സോ ഒരു പുഷ് റസൽമേനിയയിലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എൻ്റെ ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത് DIY വിജയിക്കുമെന്നാണ്. ഇനി അടുത്ത മാച്ച് എന്ന് പറയുന്നത് ഗുന്തറും സാമി സൈനും തമ്മിലുള്ള മാച്ചാണ്. ഞാൻ നേരത്തെ കെവിൻ ഓവൻസിൻ്റെ കാര്യം പറഞ്ഞ പോലെ സാമി സൈനും ഇപ്പോൾ ഒരു ടൈറ്റിൽ വളരെയധികം അത്യാവശ്യമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. സോ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ സാമി സൈൻ ഈ ഒരു മാച്ച് വിജയിക്കാനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വുമൺസ് ചാമ്പ്യൻഷിപ്പ് മാച്ചുണ്ട്, ഇയോ സ്കൈ ബെയ്ലി മാച്ച്. എന്തായാലും ഈ ഒരു മാച്ച് എനിക്ക് തോന്നുന്നു ബെയ്ലി തന്നെ വിജയിക്കുമെന്ന്. കാരണം ബെയ്ലി ഇപ്പോൾ ഒരു ഫേസ് ക്യാരക്ടർ രീതിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഡാമേജ് കൺട്രോളിൻ്റെ വലിയ രീതിയിലുള്ള ഹെൽപ്പൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു മാച്ച് ബെയ്ലി തന്നെ വിജയിക്കാനുള്ള സാധ്യതകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എൻ്റെ ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ബെയ്ലി ഈ ഒരു മാച്ച് വിജയിക്കുമെന്നാണ്. ഇനി വുമൺസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ച് റിയ റിപ്ലി ബെക്കി ലിഞ്ച് മാച്ച്. എന്തായാലും എനിക്ക് തോന്നിയ ഒരു മാച്ച് റിയ റിപ്ലി വിജയിക്കുമെന്ന്. ആ ഒരു മാമി എന്ന് പറയുന്ന ഒരു സംഭവങ്ങളൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, നല്ല ട്രെൻഡ് ആവുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു ബെക്കി ലിഞ്ച് ഈ ഒരു മാച്ച് വിജയിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണെന്ന്. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് റിയ റിപ്ലി ഒരു മാച്ച് വിജയിക്കുന്നതാണ്. സോ എൻ്റെ പ്രഡിക്ഷൻ റിയ റിപ്ലി. സോ ഇനി ഈ ഒരു റസൽമേനിയയിലെ ബിഗ്ഗസ്റ്റ് 2 മാച്ചസ് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ച് സെത്ത് റോളിൻസ് വേഴ്സസ് ഡ്രൂ മെക്കിൻറ്റയർ മാച്ച്. സോ എനിക്ക് തോന്നുന്നു ഡ്രൂ മെക്കിൻറ്റയർ ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹം ഈ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്ത് തന്നെ ഒരു പക്ഷേ അതിനെ ഒരു ചാമ്പ്യൻഷിപ്പ് വിജയിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും. കൂടാതെ സെത്ത് റോളിൻസിന് എന്തൊക്കെയോ സർജറിയുടെ ആവശ്യങ്ങളുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു. സോ അതുകൊണ്ടൊക്കെ തന്നെ സെത്ത് റോളിൻസ് ഈ ഒരു മാച്ച് വിജയിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു പ്രഡിക്ഷനും അത് തന്നെയാണ്, ഡ്രൂ മെക്കിൻറ്റയർ ഈ ഒരു മാച്ച് വിജയിക്കുമെന്നാണ്.
ഇനി നമുക്ക് റസൽമേനിയ 40യുടെ മെയിൻ ഇവൻറ്റ് മാച്ചിലേക്ക് കിടക്കാം. അതായത് എല്ലാവരും ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു മാച്ച് എന്ന് പറയണം. അതായത് റോയൽ റംബിൾ കോഡ് റോഡ്സ് വിജയിച്ചപ്പോൾ ഈ ഒരു മാച്ച് ആർക്കും തന്നെ ഇഷ്ടപ്പെടില്ല. അത് കഴിഞ്ഞ് റോക്കൊക്കെ ഇൻവോൾവ് ആയത്, അത് കഴിഞ്ഞൊരു ശേഷം മാച്ചിന് ഭയങ്കര ഹൈപ്പ് കൂടിയിട്ടുണ്ട്. ഒരു വട്ടം നടന്നതാണെങ്കിൽ പോലും ഇപ്പോൾ ചെറിയ ഹൈപ്പുള്ളൊരു, അത് നല്ല രീതിയിൽ ഹൈപ്പുള്ളൊരു മാച്ച് തന്നെയാണ് കോഡ് റോഡ്സ് വേഴ്സസ് റോമൻ റീഡ്സ് മാച്ച് എന്ന് പറയുന്നത്. പിന്നെ ഫിനിഷ് ദ സ്റ്റോറി എന്നുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുന്നു. സോ ഒരു ബലമില്ലാത്ത ഫിനിഷ് ദ സ്റ്റോറി എന്ന് പറയുന്ന സംഭവമാണ്. സോ അതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. എങ്കിൽ പോലും എല്ലാവരും ഫിനിഷ് ദ സ്റ്റോറി എന്ന് പറയുന്നതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ഫിനിഷ് ദ സ്റ്റോറി ആയിരിക്കും. അതായത് കോഡ് റോഡ്സ് വിജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിന് നല്ല സപ്പോർട്ടുണ്ട് ഫാൻസിൻ്റെ ഭാഗത്ത് നിന്ന്. റോമൻ റീഡ്സിന് ഭയങ്കര രീതിയിലുള്ള ഹേറ്റ്സ് ഉണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. കാരണം ഈ ഒരു ട്രൈബൽ ചീഫ് എന്ന് പറയുന്ന ക്യാരക്ടറൊക്കെ വേറെ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു ക്യാരക്ടർ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് പോയി കഴിഞ്ഞാൽ ശരിയാവുമോ എന്ന് എനിക്കറിയാം. ബിഗ് ഡോഗ് എന്ന് പറയുന്ന ക്യാരക്ടറിലേക്ക് ദേവി ഇത് റോമൻ റീഡ്സ് പോകില്ല. കാരണം ഞാൻ ഇത്ര വെറുത്തൊരു ക്യാരക്ടർ വേറെ ഇല്ല, ബിഗ് ഡോഗ് എന്ന് പറയുന്ന ക്യാരക്ടർ പോലെ. സോ ആ ഒരു ക്യാരക്ടറിലേക്ക് പോകരുത്. അദ്ദേഹം ഈ ഒരു ട്രൈബൽ ചീഫ് ക്യാരക്ടർ നിന്നാലും മതി. അത് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് പോകുമ്പോൾ ആ ഒരു ക്യാരക്ടറിലേക്ക് പോകുമെന്ന് എനിക്ക് ചെറിയൊരു പേടി. സോ ഇല്ലെന്ന് തന്നെ വിചാരിക്കാം. എന്തായാലും എനിക്ക് തോന്നിയൊരു കാര്യം, എൻ്റെ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് കോഡ് റോഡ്സ് ഈ ഒരു മാച്ച് വിജയിക്കുമെന്ന് തന്നെയാണ്. കാരണം ഇതൊരു സെക്കൻഡ് ടൈമാണ്. കാരണം സെക്കൻഡ് ടൈം നമുക്കറിയാം റോക്ക് ജോൺസിൻ്റെ മാച്ച് ഉണ്ടായിരുന്നു. ആദ്യത്തെ വട്ടം റോക്കാണ് ആ ഒരു മാച്ച് വിജയിക്കുന്നത്. രണ്ടാമത്തെ വട്ടം ജോൺസിനെയാണ് ആ ഒരു മാച്ച് അതായത് വിജയിക്കുന്നത്. സോ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ആ ഒരു രീതിയിലുള്ള സംഭവം തന്നെയായിരിക്കും വരാൻ പോകുന്നത്. റോമൻ റീഡ്സ് ആ ഒരു റസൽമേനിയ വിജയിച്ചു, ഈ റസൽമേനിയ കോഡ് റോഡ്സ് ആയിരിക്കും വിജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. സോ തുടർച്ചയായിട്ട് 2 റസൽമേനിയ മെയിൻ ഇവൻറ്റ് ചെയ്യാനുള്ള ഭാഗ്യം കോഡ് റോഡ്സിന് കിട്ടിയിരിക്കുകയാണ്. സോ ഈ ഒരു ഭാഗ്യം കിട്ടുക റോമൻ റീഡ്സിനോട് മത്സരിക്കുന്നവർക്ക് മാത്രമായിരിക്കും, അല്ലാത്തവർക്കൊന്നും ഈ ഒരു ഭാഗ്യം കിട്ടില്ല. അത് റോമൻ റീഡ്സ് ഉള്ളിടത്തോളം അങ്ങനെയായിരിക്കും. സോ റോമൻ റീഡ്സ് വേണ്ടും അതായത് ഒരു ഫ്യൂഡ് കിട്ടാനായിരിക്കും എല്ലാവരും കാത്തിരിക്കുന്നത്. ഞാൻ റോമൻ റീഡ്സ് ഫാനൊന്നുമല്ല, എങ്കിൽ പോലും എനിക്കിപ്പോഴത്തെ WWE അതായത് ഒരു പോസ്റ്റർ ബോയ് അല്ലെങ്കിൽ WWEയുടെ എല്ലായിടത്തും മെയിൻ ഇവൻറ്റ് റോമൻ റീഡ്സ് ഉണ്ടെങ്കിൽ അത് റോമൻ റീഡ്സ് തന്നെയായിരിക്കും മെയിൻ ഇവൻറ്റ് ചെയ്യുക. സോ റോമൻ റീഡ്സിൻ്റെ ഒരു ഫ്യൂഡ് കിട്ടിയാൽ ഇപ്പോൾ എല്ലാവർക്കും ഒരു ലോട്ടറിയാണ്. കാരണം എല്ലാ ഷോയുടെയും മെയിൻ ഇവൻറ്റ് ചെയ്യാൻ സാധിക്കും. സോ കോഡ് റോഡ്സിന് നല്ലൊരു ഭാഗ്യം തന്നെയാണ്. കാരണം 2 വട്ടവും മെയിൻ ഇവൻറ്റ് കിട്ടിയത് റസൽമേനിയയിലാണ്. സോ അതൊരു വല്ലാത്ത ഭാഗ്യമായിപ്പോയി. എന്തായാലും ഇതൊക്കെയാണ് എൻ്റെ പ്രഡിക്ഷൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.